ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി കാര്യമായി തന്നെ ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓഡിബിളല്ല എന്നുള്ളത് കൊണ്ടാണെന്നറിയില്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉന്നയിച്ച ഇത്തരം കാര്യങ്ങളോടൊന്നും ഞാൻ സ്പർശിച്ചിട്ട് പോലുമില്ല. ആ കേസിലെ പ്രതിയായി കേരളത്തിൻ്റെ പൊതുസമൂഹമാകെ അന്തസ്സുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ തള്ളിക്കളഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിഞ്ഞ ആ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പേര് പോലും ഞാൻ പരാമർശിച്ചിട്ടില്ല. കേരളത്തിലെ UDF ഗവൺമെൻറ് 1 രൂപ പോലും വർദ്ധിപ്പിക്കുകയും കൊടുക്കാതിരിക്കുകയും തുലച്ചു കളയുകയും ചെയ്യാൻ ശ്രമിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ 25 ദിവസങ്ങൾക്കിടയിൽ 5600 രൂപ കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുന്നു. 35 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ട ഗാർഹിക ജോലി ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളും പ്രതിമാസ ഓണറേറിയം അല്ലെങ്കിൽ പ്രതിമാസ ശമ്പളം 1000 രൂപ കേരളത്തിൽ പറ്റുവാൻ വേണ്ടി പോകുന്നു. 5 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതർ പൂർണ്ണമായി അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറുന്നു. ദ എക്കണോമിസ്റ്റ് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മാസിക ശ്രദ്ധിക്കുമല്ലോ, ഇടതുപക്ഷത്തിൻ്റെതല്ല. ഗ്രൗണ്ടിൽ ചലനം ഉണ്ടാക്കുന്ന നിരവധി ആക്ഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് എടുത്തതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതൊക്കെ ഭരണപക്ഷത്തിന് പറയാനുണ്ടോ? ശ്രീ അഭിലാഷ്, 2 കാര്യത്തിന് ഉത്തരം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങയുടെ അടക്കം ചാനൽ ചർച്ചകളിൽ CPMൻ്റെ പ്രതിനിധികൾ വലിയ വാദത്തോടു കൂടി പറഞ്ഞിരുന്ന വിഷയമാണത്. ഇനി അദ്ദേഹം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം സംസാരശേഷി തിരിച്ചു കിട്ടിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. 32 മിനിറ്റ് നീളുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിൽ ഏതാണ്ട് 20-ൽ കൂടുതൽ മിനിറ്റ് അദ്ദേഹം ഉപയോഗിച്ചത് രാഹുൽ മാങ്കൂട്ടം വിഷയം പറയാൻ തന്നെയാണ്. അതായത് CPMൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട അതായിരുന്നു. അയാളോട് കടക്ക് പുറത്ത് എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളോട് പിണറായി പറഞ്ഞതുപോലെയല്ല, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിൻ്റെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. പിന്നീട് ഒരു കാര്യം, അതിൽ BJP പ്രതിനിധിക്കും ഉത്തരം പറയാം. ഇന്ന് കൊല്ലത്തൊരു പാലം കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ട്. ആ കീഴ്മേൽ മറിഞ്ഞ പാലത്തിൻ്റെ പിതാവ് ആരാണ്? അതിൻ്റെ പിതൃത്വം ആരാണ് ഏറ്റെടുക്കുന്നത്? CPMൻ്റെ ആണോ അതോ റീലിട്ട CPM മന്ത്രിയുടെ ആണോ അതോ റീലിടാത്ത BJP മന്ത്രിയുടെ ആണോ എന്ന് ഇവരുത്തരം പറഞ്ഞാൽ മതി.